ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് പൊതുവേ പറയുന്ന കംപ്ലയിൻസിലൊന്നാണ് കണ്ണിൽ ഡ്രൈ ആവുന്നു, അല്ലെങ്കിൽ കണ്ണിൽ കരട് പോയാണെന്നൊക്കെ തോന്നുന്നു. ഇപ്പം നമ്മൾ ഡ്രൈയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രൈ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഡ്രൈ ഐ എന്ന് പറയുന്നത് കണ്ണിലെ കണ്ണുനീരിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ കണ്ണുനീരിൻ്റെ ക്വാളിറ്റി ിലുള്ള വ്യത്യാസം മൂലം കണ്ണിനുണ്ടാകുന്നൊരവസ്ഥയുണ്ട്. അതാണ് നമ്മൾ ഡ്രൈ ഐ എന്ന് പറയുന്നത്. ഇപ്പം കണ്ണുനീരിൻ്റെ ഇമ്പോർട്ടൻസ്, കണ്ണിൽ എന്താണ് കണ്ണുനീര് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ നമ്മൾ 2 സർഫസ് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരേന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ കണ്ണ് ബ്ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ഈ ഫ്രിക്ഷൻ കുറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിൽ നാച്ചുറലായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് നമ്മുടെ കണ്ണുനീര്. അപ്പം ഈ കണ്ണുനീര് അവിടുത്തെ ഫ്രിക്ഷൻ കുറച്ച് കണ്ണിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. ഇനി ഡ്രൈ ഐ ആർക്കൊക്കെ വരാം എന്ന് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പുറകിലോട്ട് പോവുകയാണെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ളവർക്കായിരുന്നു നേരത്തെ പൊതുവെ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൺലൈറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നവർക്ക് ഉണ്ടാകാം. പിന്നെ ചില സ്റ്റീറോയിഡ് മെഡിസിൻസൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഐ ഉണ്ടാവാം. അതിൻ്റെ കൂടെ തന്നെ പ്രത്യേകിച്ച് 40 ഏജ് മെനോപാസൊക്കെ സ്റ്റോപ്പായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഫീമെയിൽസ് കൂടുതലായിട്ട് ഡ്രൈ ഐ ഉണ്ടാവാം. പിന്നെ തൈറോയ്ഡ് രോഗമുള്ളവരെ, ആർത്രൈറ്റിസ് രോഗമുള്ളവരെ എന്നിവരിലൊക്കെ നമുക്ക് ഡ്രൈ ഐ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞല്ലോ, അതിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു അഡ്വൈസാണ് 20-20 റൂൾ എന്നുള്ളത്. അതായത് 20 മിനിറ്റ്സ് കൂടുമ്പോൾ 20 ഫീറ്റ് ദൂരെയുള്ള ഒരു വസ്തുവിന് 20 സെക്കൻഡ് നോക്കുക എന്നുള്ളത്. അതിപ്പം 20 മിനിറ്റ്സ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത് പറയുന്നുള്ളൂ. അതൊരു ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ഉള്ളൊരു ബ്രേക്ക് എടുക്കുക, ഫ്രീക്വൻ്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുക. നമ്മളൊരു വീഡിയോ കാണുവാണെങ്കിൽ അത് മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ ബ്ലിങ്ക് ചെയ്യാൻ മറന്നുപോകും. ആ സമയത്ത് ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയാണ് ടിയർ. അപ്പോൾ നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ടിയർ എന്താ അവിടെ ആ സർഫസിൽ സ്പ്രെഡ് ആവുകയും ഡ്രൈ ഐ കുറയാൻ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ഡ്രൈ ഐ ഉള്ള ആൾക്കാർ പൊതുവെ പറഞ്ഞു വരുന്നത് കണ്ണിന് ചെറിയ ചുമപ്പുകൾ ഉണ്ടാവുക, ചൊറിച്ചിലുണ്ടാവുക, വെയിലത്തോട്ട് നോക്കുമ്പം കണ്ണ് പുളിക്കുക, കണ്ണ് തുറക്കാനുള്ള പാട്, ഇതൊക്കെ ഡ്രൈ ബേണിങ് സെൻസേഷന്, ഫോറും പൊടി കിടക്കുന്നത് പോലുള്ള തട്ടല്, ഉരസല്, ഇതൊക്കെ ഡ്രൈ ഐ ഉള്ള പേഷ്യൻസുകളിൽ അവർ തുറക്കാതെ കറക്റ്റായിട്ടുള്ള തുറക്കാൻ പാട്, അത് ഈ ഡ്രൈ ഐയുടെ ഒരു ലക്ഷണമായിട്ടുള്ള സിംറ്റമാണ്. ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലൂബ്രിക്കേറ്റിംഗ് ഐ ഡ്രോപ്സുകൾ, നമ്മൾ ടിയർ ഡ്രോപ്സുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതൊരു ലൈൻ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പണ്ട് കാലത്ത് നമുക്ക് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യായിരുന്നു, ഒന്ന് ചൂട് കൊണ്ട് മസാജ് ചെയ്യുക, കുറച്ച് ചൂട് കൊടുക്കുക. അപ്പോൾ ഈ ചൂട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടിയർ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആവും, അന്നേരം ടിയർ പ്രൊഡക്ഷൻ കൂടും. അതുപോലെ തന്നെ അവിടെ അടഞ്ഞിരിക്കുന്ന നമ്മുടെ ടിയർ പ്രൊഡക്ഷൻ്റെ ആ കനാലിലൊക്കെ അടഞ്ഞിരിക്കുന്നത് ഈ ചൂട് കൊടുക്കുന്ന സമയത്ത് ഓപ്പൺ ആവും. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അതിന് പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ മെയ്ബോ തെർമോഫ്ലോ എന്ന് പറയും. അതായത് ഒരു ഹീറ്റ് തെറാപ്പി ആൻഡ് മസാജിങ് ആണ് അത് വളരെ ഫലപ്രദമായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. നമ്മുടെ പേഷ്യൻസിന് 1 ഇയറിൽ 3 സിറ്റിംഗ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഡ്രൈ ഐയുടെ സിവിയാരിറ്റി അനുസരിച്ചും കോസ് അനുസരിച്ചും അത് ആ സിറ്റിങ്സ് എത്ര ഉള്ളത് ഡോക്ടർ തീരുമാനിക്കും.